പത്തനംതിട്ടയിൽ വിനോദയാത്രയ്ക്ക് പോയ ബസ് മറിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് പരിക്ക്. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പത്തനംതിട്ട കടമ്പനാട് കല്ലുകുഴിയിലാണ് ബസ് അപകടത്തിൽപ്പെട്ടത്. 30ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്ക് പറ്റിയവരെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, ഇത്തരം അപകടങ്ങളിൽ വീണ്ടും ഉണ്ടാവുകയാണ്. ഇന്നിപ്പോൾ ഈ ഭാഗ്യം കൊണ്ട് ഈ കുട്ടികൾക്ക് പരിക്ക് ഗുരുതരമല്ല. എന്നാലും എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, വാഗമണ്ണിൽ വിനോദയാത്രയ്ക്ക് പോയ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ്സാണ് മറിഞ്ഞത്. ഈ കടമ്പനാട് കല്ലുകുഴിയിലാണ് പുലർച്ചെ അപകടം ഉണ്ടായത്. അപകടത്തിൽ 30ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റിയെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും നിസ്സാരമായ പരിക്കുകളാണ്. അങ്ങനെ ഗുരുതരമുള്ള പരിക്കുകളൊന്നും തന്നെയല്ല. ഉടൻ തന്നെ വിദ്യാർത്ഥികളെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 49 വിദ്യാർത്ഥികളും 3 അധ്യാപകരുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 30ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്ക് പറ്റി എന്നുള്ളതാണ് അറിയാം. അതെല്ലാം ഈ ചെറിയ പരിക്കുകളാണ് ഉണ്ടായത്. എന്തായാലും ഒരു വളവിൽ, ഈ കല്ലുകുഴി സ്ഥലത്തൊരു വളവുണ്ട്. ആ വളവിൽ വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാരും ഫയർഫോഴ്സും എത്തി ആ വിദ്യാർത്ഥികളെ, പരിക്ക് പറ്റിയ വിദ്യാർത്ഥികളെ അടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടതെന്ന് പറയാം. വലിയൊരു അപകടം ഉണ്ടാകാതെ തന്നെ വിദ്യാർത്ഥികളെല്ലാം രക്ഷപ്പെട്ടു എന്ന് വേണം നമുക്ക് പറയാൻ. എന്തായാലും ഇന്നലെയാണ് സംഘം വാഗമണ്ണില് ഈ വിനോദയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ വലിയ ആശ്വാസമാണ്. ആ കുട്ടികൾക്ക് വലിയ കാര്യമായി പരിക്കേറ്റില്ല എന്നത്. എങ്കിൽ പോലും ഈ വിനോദയാത്രയ്ക്ക് പോകുന്ന സംഘം രാത്രിയിലെ യാത്ര കഴിഞ്ഞ് പുലർച്ചെ അപകടത്തിൽപ്പെടുന്ന വാർത്ത വീണ്ടും വരുന്നത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്.